ഒരു രണ്ടു വാക്ക് എല്ലാവരോടും അബൌട്ട് ഖലീഫ 2 ദ ലെഗസി. ഒരു പിടിയില്ല, സത്യം പറഞ്ഞാണ്, എനിക്കറിയില്ല. ലാൽ സാറിന് ഒരു കടമുണ്ട്, അത് ഇതുവരെ നീട്ടിയിട്ടില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പലിശയും ചോദിക്കുന്നുണ്ട്, അതും കൊടുത്തില്ല. ഇത് ലാലേട്ടൻ ചെയ്താൽ ആ കഥാപാത്രത്തിന് ഭയങ്കരമായ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നതും ലാലേട്ടനെ ഞങ്ങൾ അതിനുവേണ്ടി സമീപിക്കുന്നതും. അദ്ദേഹം അതിന് യെസ് പറഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ഈ സിനിമയിൽ വന്നൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. മാമ്പറക്കൽ അഹമ്മദ് ഹാജി, സോറി ഒരു പാവം മനുഷ്യനാണ്. ഞാനിതിന്റെ ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് അന്ന് ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല, അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പക്ഷെ ഇതെന്താ ഞാനില്ലാത്ത ഒരു വലിയ ലോകത്തിന്റെ ഒരു വലിയ കഥയുടെ അടർത്തി മാറ്റപ്പെട്ട ഒരു ഏടാണ് ഖലീഫ പാർട്ട് 1 എന്ന് പറയുന്ന സിനിമ. മീശ പഠിക്കേണ്ടി വരുമെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാലം മുറകോട്ട് വെച്ചതാണ്. പിന്നെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചു മീശ പഠിച്ചു. താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആൻഡ് ഓൾ ദി അതർ ഗെസ്റ്റ് താങ്ക് യു ഇവിടെ വന്നതിന്. ആദ്യം തന്നെ ഖലീഫ എന്ന ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു വരവേൽപ്പ് നൽകിയ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു സിനിമ ഈ എക്സൈറ്റ്മെന്റോടുകൂടി ഒരു സിനിമ വരവേൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് ഒരു വലിയ സന്തോഷവും അംഗീകാരവും കിട്ടിയതുപോലെയാണ്. സോ ഫസ്റ്റ്ലി താങ്ക്സ്, ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സിനിമയല്ല. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ജോണറിൽപ്പെട്ട സിനിമകൾ വിരളമാണ്. അത്തരം സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ് ഞാൻ ഏതു തരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കൺസീവ് ചെയ്യപ്പെടുന്ന ദിവസം മുതൽ ഇതിന്റെ റിലീസ് വരെ ഈ സിനിമയുടെ ടീം ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു, ഞങ്ങൾ എന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു ഹൈ കോൺസെപ്റ്റ് സിനിമയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയോ ഒന്നുമല്ല. നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ആ വീഡിയോയിലുള്ള തിയേറ്ററിൽ കാണുന്ന ആ എക്സ്പീരിയൻസ്, അത്തരം ഒരു മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമ കുടുംബസമേതം കണ്ട് ആസ്വദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇന്ന് ഈ സിനിമ റിലീസായി ഈ നേരം വരെ അത്തരം ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് ആ സന്തോഷം ഞങ്ങളെ അറിയിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി. സിനിമ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വൈശാഖ്, ജിനു ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ എല്ലാ സിനിമകളെ പോലെയും ഇതും ഒരു വലിയ ഡ്രീമാണ്. പക്ഷേ ഈ സിനിമയുടെ പിറകിൽ ഈ സിനിമ മാത്രമായിരുന്നില്ല സ്വപ്നം. ഈ സിനിമയുടെ ആദ്യ കഥ ജിനു എന്നോട് ഷെയർ ചെയ്യുന്ന ദിവസം മുതൽ ഇതിൽ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ആ കഥാപാത്രത്തിന്റെ ലെഗസിയുമാണ് ഈ സിനിമയുടെ ഒരു ഫൗണ്ടേഷൻ എന്നോട് പറഞ്ഞിരുന്നു. 2022 തിരക്കഥ എഴുതിയപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമായി ഇതിന്റെ തിരക്കഥയിൽ ജിനു എഴുതിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈശാഖ് പറഞ്ഞ പോലെ ഇത് ലാലേട്ടൻ ചെയ്താൽ ആ കഥാപാത്രത്തിന് ഭയങ്കരമായ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നതും ലാലേട്ടനെ ഞങ്ങൾ അതിനുവേണ്ടി സമീപിക്കുന്നതും. അദ്ദേഹം അതിന് യെസ് പറഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ഈ സിനിമയിൽ വന്നൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. ആൻഡ് സോ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹു യു ആർ ആൻഡ് ബീയിങ് പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഈ സിനിമ ഇതിനോടകം കണ്ടവർക്ക് അറിയാം, ഇത് ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിന്റെ ജനസിസ് എന്ന് പറയുന്നത് മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ലാലേട്ടനെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു വലിയ ലോകത്തിന്റെ ഒരു വലിയ കഥയുടെ അടർത്തി മാറ്റപ്പെട്ട ഒരു ഏടാണ് ഖലീഫ പാർട്ട് 1 എന്ന് പറയുന്ന സിനിമ. അപ്പൊ അത്തരം ഒരു സിനിമ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖും ജിനുവും പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ആസ് എ ഫാൻ ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ 2 ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ലൈനപ്പ് റിവീൽ ചെയ്യുകയുണ്ടായി. അതിൽ പ്രഗത്ഭരായ ഫിൽം മേക്കേഴ്സും വളരെ എക്സൈറ്റിംഗ് ആയ പ്രോജക്ട്സുമാണ് എല്ലാം.
ആ സിനിമകളുടെ ഒന്നും ജോണറുകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ജോണറിൽപ്പെട്ട ഒരു മെയിൻ സ്ട്രീം മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ സിനിമ എന്ന് പറയപ്പെടുന്ന ജോണറിൽപ്പെട്ട ഒരു സിനിമയിൽ അദ്ദേഹത്തിനെ അങ്ങനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹം ആ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ സിനിമയിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതൊരു സ്വപ്ന തുല്യമായ സിനിമയായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൺസ് അഗെയിൻ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ ടീമിനെ കുറിച്ചാണ്. സ്റ്റാർട്ടിങ് വിത്ത് ജിനു. ഞാൻ ജിനുവിനെ കുറിച്ച് തിരക്കഥാകൃത്തായിട്ടാണോ നിർമ്മാതാവായിട്ടാണോ സംസാരിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്നത്. കാരണം ഐ ബിലീവ് ജിനു ഒരു തിരക്കഥാകൃത്തായിട്ടും ഒരു നിർമ്മാതാവായിട്ടും ഈക്വലി ഫ്ലറിഷ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഖലീഫ. ഒന്ന്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തിരക്കഥയാണത്. രണ്ട്, ഈ സിനിമ ജിനു പുൾ ഓഫ് ചെയ്ത നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. കാരണം ഇത് ഒന്നാമത് ഒരു വലിയ സിനിമയാണ്, രണ്ടാമത് വലിയ ചലഞ്ചസ് ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ ഇതിന്റെ ഒരു ഫോറിൻ ഷെഡ്യൂളിന് പോകാൻ നിൽക്കുമ്പോഴാണ് ഗൾഫ് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ എങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ചേഞ്ച് ചെയ്ത് അത് കൃത്യമായി അതിനെ ഒട്ടും കൺട്രോൾ പോകാതെ ഈ പ്രോജക്റ്റിനെ കൊണ്ടു നടന്നു എന്ന് പറയുന്നത് ശരിക്കൊരു മാസ്റ്റർ ക്ലാസ് ഇൻ ഫിലിം പ്രൊഡക്ഷൻ ആയിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു ജിനു ഫോർ ദാറ്റ്. ജിനു മാത്രമല്ല, ജിനുവിനോടൊപ്പം കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന ഞങ്ങളുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സൂരജ്, സിജോ, ശ്രീലാൽ, ടു ഓൾ ഓഫ് യു. ഈ സിനിമ ഇന്ന് ഈ ഒരു സ്കെയിലിൽ, ഈ ഒരു രൂപത്തിൽ എത്തിപ്പെട്ടതിൽ നിങ്ങളുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് ഐ സിൻസിയർലി താങ്ക് ഓൾ ഓഫ് യു ഫോർ ദാറ്റ്. വൈശാഖ് 15 വർഷങ്ങൾക്ക് മുമ്പാണ്, 15ആണെന്ന് തോന്നുന്നു, വൈശാഖിന്റെ ആദ്യ സിനിമയായ പോക്കിരി രാജയിൽ വൈശാഖ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് ഇൻഡിപെൻഡന്റ് ഡയറക്ടോറിയൽ കരിയറിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എന്റെ ക്ലോസപ്പ് ആണ്. 15 വർഷങ്ങൾ വേണ്ടി വന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ. ഐ എം ട്രൂലി ഹാപ്പി. അതിനുശേഷം ആദ്യ സിനിമയിൽ നിന്ന് ഇന്ന് ഖലീഫയിൽ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് വലിയ കമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച് 100 കോടി എന്നൊക്കെ പറയുന്ന തുകകൾ നമുക്ക് പരിചിതമാക്കി തന്ന സംവിധായകനാണ് വൈശാഖ്. അപ്പൊ ആ വൈശാഖിന്റെ കൂടെ വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ ഐ എം പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഐ എം റിയലി റിയലി ഹാപ്പി. Once again, it's a very very happy day for us and very very exciting day for us. കാരണം ഇത് ഖലീഫ പാർട്ട് 1 എന്ന സിനിമയുടെ യാത്രയുടെ ഒരു തരത്തിലുള്ള പര്യവസാനം മാത്രമല്ല, ഇത് മറ്റൊരു യാത്രയുടെ തുടക്കം കൂടിയാണ്. അപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യാൻ എല്ലാ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും I'd like to welcome the one and only മാമ്പറക്കൽ അഹമ്മദ് അലി ലാലേട്ടൻ on the stage. Please. എല്ലാവർക്കും നല്ലൊരു സായം നേരുന്നു. ഒരു യാത്രയുടെ ഇടയിൽ കയറി വന്ന ഒരാളാണ് ഞാൻ. എയർപോർട്ടിലോട്ട് പോവാണ്, ഞാനിന്ന് പുറത്തേക്ക് പോവാണ്. ഈ സിനിമയിൽ അതുപോലെയാണ്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കയറി വന്ന ഒരാളാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വിജയമായി മാറണമേ എന്ന് തന്നെയാണ്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു അധ്വാനം, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എന്തായാലും എനിക്കെങ്ങനെ റോള് തന്ന ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും അതിലെ പ്രധാന കഥാപാത്രം ഉന്നയിച്ച വ്യക്തിക്കും എല്ലാവർക്കും ഉള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എപ്പോഴും സിനിമകൾ സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ ഈ അടുത്ത സിനിമയെക്കുറിച്ച്. അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാമ്പറക്കൽ അഹമ്മദ് ഹജി, സോറി ഒരു പാവം മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കും. താങ്ക് യു വെരി മച്ച്. ഒരിക്കലും കൂടെ എല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. താങ്ക് യു. ഞാൻ നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടു കൂടി, ചേച്ചി സോറി ഞാൻ കണ്ടില്ല, സമ്മതത്തോടു കൂടി ഇത് കഴിഞ്ഞാൽ പോവും. എനിക്ക് എയർപോർട്ടിൽ പോകണം. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എന്തായാലും ഇപ്പോൾ പോയില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു. ഇതിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയത്. ആദ്യ ഭാഗമാണ് ഇത് നമ്മളെല്ലാവരും തിയേറ്ററിൽ ആഘോഷിച്ചെങ്കിൽ ഇനി കാത്തിരിപ്പ്, മലയാള സിനിമ ആഘോഷിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാത്തിരിപ്പ്
പാർട്ട് 2 വേണ്ടിയിട്ടാണ്. സോ കേട്ടോ, ഒരു എന്താണ് ആന്റിസിപ്പേഷന്റെ കഥ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്ലാൻ എന്ന് അറിയണം. ഒരു 2 വാക്ക് എല്ലാവരോടും അബൌട്ട് ഖലീഫ 2 ദ ലെഗസി. ഒരു പിടിയില്ല, സത്യം പറഞ്ഞാണ്, എനിക്കറിയില്ല എന്തൊക്കെയോ പരിപാടികളാണ്. എന്തൊക്കെയോ പരിപാടി, ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പരിപാടികൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് രാജോനോട് ചോദിച്ചു നോക്കാം. രാജോട് എന്തായിരിക്കും? അല്ല, എന്നാലും ആദ്യം ഒരു 2 വാക്ക് എല്ലാവരോടും. നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തില്ലേ നമ്മുടെ 2 ദ ലെഗസി ഖലീഫ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു ലെഗസിയെ കുറിച്ച് ഈ സിനിമ കണ്ട ആൾക്കാർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ ലെഗസിയുടെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. 1970s and 80s അയാൾ കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിന്റെയും അയാൾ ഫേസ് ചെയ്ത ഒരു വലിയ ഒരു വാറിന്റെയും ഒരു കഥയുണ്ട്. ആ കഥ ബ്രീഫായിട്ട് ജിനു വൈശാഖിനോടും എന്നോടും പറഞ്ഞിട്ടുണ്ട്. ആ കഥയുടെ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ പാർട്ട് 1 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആങ്കർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ ഇതായി ലാലേട്ടനെ പോയി കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരമൊരു വലിയ സ്കെയിലുള്ള ഒരു മാസ് ആക്ഷൻ കമേഴ്ഷ്യൽ സിനിമയിൽ ലാലേട്ടനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒരു ആരാധകന നിലയ്ക്ക് എനിക്കുണ്ട്. സോ തീർച്ചയായിട്ടും ആ സിനിമ ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് എന്നാണെങ്കിലും അത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ സിനിമ കാണാൻ പ്രേക്ഷകർക്കിടയിൽ ഞാനും ഉണ്ടാവും, ആ സിനിമയിലും ഞാനും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഈ വലിയ സിനിമയിൽ എനിക്കൊരു വലിയ വേഷം തന്നതിന് വൈശാഖ സാർ, ബാക്കി അതിൻ്റെ പ്രവർത്തകർ എല്ലായിടത്തും നന്ദി പറയുന്നു. എനിക്ക് ശരിക്കും ഓണം ഒരു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഓണം അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അതൊരു വലിയ നിറമുള്ള ഓണം കിട്ടി. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ കൂടാൻ തീരുമാനിച്ചൊരു ഓണം കൂടെയാണ്. അത് വലിയ വിജയമാക്കി തന്നെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു. എല്ലാവർക്കും ഓണാശംസകൾ. എന്നിട്ട് ഒരുപാട് സന്തോഷമുണ്ട് എത്തിച്ചേർന്നതിൽ. ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു കഥ? ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ ഞാനാണ്. ഇന്ദ്രൻ ചേട്ടൻ ലാലേട്ടന്റെ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരി അടക്കി പിടിക്കാൻ പറ്റാണ്ട്. ലാൽ സാറിനൊരു കടമുണ്ടേ, അത് ഇതുവരെ നീട്ടിയിട്ടില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പലിശയും ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുന്നില്ല. അതിങ്ങനെ പെരിയ വരുന്നുണ്ട്. ഇപ്പോഴേക്കും ഒരിക്കലും അത് പറയാം. താങ്ക് യു വൈശാഖ്, താങ്ക് യു പൃഥ്വി, താങ്ക് യു ജിനു, എല്ലാവർക്കും. എനിക്ക് ഈ 2ാം ഭാഗത്തെ കുറിച്ച് വലിയ അഭിപ്രായമില്ല. കാരണം 16ാമത്തെ വയസ്സിൽ ഇട്ടിട്ട് പോയ ഒരു അച്ഛൻ്റെ മകനാണ്. ഈ പ്രായത്തിൽ എനിക്കിനി 16 വയസ്സായിട്ട് അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ട് 2ാം ഭാഗത്തിൽ ഞാൻ ഉണ്ടാവില്ല. എന്നാൽ 1ാം ഭാഗത്തിൽ വളരെ 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 സംതൃപ്തനാണ്. എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ദുഃഖം, മീശ പഠിക്കേണ്ടി വരുമെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാലം പുറകോട്ട് വെച്ചതാണ്. പിന്നെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചു മീശ പഠിച്ചു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഈ സിനിമയുടെ ഭാഗമായതിൽ അഭിമാനം. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരു പടം ഹിറ്റാവുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടമാണ്. ഈ പടം സൂപ്പർ ഹിറ്റാണ്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് അതിനേക്കാൾ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് എനിക്ക്. ഇതിൽ ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ഒരു മേജർ റോൾ തന്നെ ഉണ്ട് എന്നാണ് എന്നോട് ജിനു പറഞ്ഞത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സിനിമ കണ്ടാണ്
രാജു എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ എഫേർട്ട് അല്ല കേട്ടോ. ഓരോ ഫൈറ്റിന് കിൻഡലിറ്റി എന്ന് പറഞ്ഞാൽ കിൻഡൽ ഇടിവെട്ട് ഫൈറ്റാണ് രാജു ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോവിയുടെ ക്യാമിയോ റോള്, ലാലേട്ടൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ വേറെ ആരും ഇല്ല. അതുപോലത്തെ എന്ത് പെർഫോമൻസും ഏത് രീതിയിലും ചെയ്യാൻ ഇതുപോലെ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ ആരും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ ലാലേട്ടൻ്റെ കൂടെ അതിമനോഹരം എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചിരുന്നു. ലാലേട്ടൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മളൊക്കെ കിടുങ്ങി പോകും. ആ രീതിയിലാണ് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ വൈശാഖ് ഓരോ വർക്ക് കഴിയുമ്പോഴും ഇങ്ങനെ മൂർച്ച കൂട്ടി സംവിധാനത്തിന്റെ വേറെ തലങ്ങളിലേക്ക് വരിക. വൈശാഖ് ഗംഭീരം. ഒരാളെ വേറെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്, ജോമോൻ ടി ജോൺ. പുള്ളിയെ കണ്ടില്ല, ജോമോനെ കണ്ടില്ല. ജോമോന്റെ മാസ്മരിക ഫോട്ടോഗ്രാഫി ഗംഭീരായിരിക്കുന്നു. ഹലോ, അതുപോലെ ഇതില് മൂന്ന് ഫൈറ്റ് 3 മാസ്റ്റേഴ്സാണ്. 3 പേരും അവരുടെ റോള് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇടിവെട്ട് ഫൈറ്റുകൾ. എന്തായാലും കുടുംബസമേതം എല്ലാവർക്കും തിയേറ്ററിൽ പോയി ആസ്വദിക്കാനുള്ള ഒരു ഫെസ്റ്റിവൽ മൂവി അത് ഞാൻ ഉറപ്പു തരുന്നു. ഈ അവസരത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു ഓൾ. നമസ്കാരം. താങ്ക് യു വൈശാഖേട്ട, ജിനുചേട്ട, രാജുവേട്ട. പിന്നെ ജിനുചേട്ടൻ്റെ ഈ കഥാപാത്രം അല്ല ഈ ക്യാരക്ടർ ഇങ്ങനത്തെ കുഞ്ഞൊരു പരിപാടി ഉള്ളൂ എന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷപ്പെടുന്നു. കാരണം ഇതിലുള്ള കാര്യങ്ങളെല്ലാവരും പേരുകളും കേട്ടപ്പോഴും ഇങ്ങനെയുള്ള വലിയൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗവും പറ്റിയിട്ട് വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രാജുവേട്ടൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി തുറന്നു പറഞ്ഞത്. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതിൻ്റെ അങ്ങോട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. എൻ്റെ വൈശാഖനും ജിന്നോട്ടും കൂടി കുറച്ചും കൂടി കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി സന്തോഷം തോന്നിയത്. അപ്പം എന്തായാലും ഇതിൻ്റെ വലിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പം വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണണം. കാരണം ഓണത്തിന് ഇറങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇറങ്ങാൻ പോകുന്നതിൽ വെച്ചിട്ടാണ് ഇപ്പോഴും എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സത്യമായിരിക്കും ഈ പറയുന്ന ഖലീഫ. അപ്പം എല്ലാവരും കാണണം. താങ്ക് യു. ഒരു വെറൈറ്റി ലുക്കിലാണല്ലോ ടോയി. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആവാൻ പറ്റി. ഇന്ന് തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് ഞങ്ങൾ ലൂസിഫറിന്റെ സമയത്തും എമ്പുരാന്റെ സമയത്തും കവിതയിൽ ഇതുപോലെ രാവിലെ തന്നെയുള്ള ഷോ കാണുമ്പോൾ ഇത്ര ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഏറ്റവും നന്നായി ആസ്വദിക്കാൻ വന്നിട്ടുള്ള ആളുകളോട് ഇരുന്ന സിനിമ കാണുമ്പോൾ ഒരു ഫീൽ അത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് അനുഭവിക്കാൻ വേണ്ടി തന്നെ ഞാൻ വേറെ ഷൂട്ടിനിടയ്ക്കായിരുന്നു അവിടെ. അതിനു വേണ്ടി തന്നെ ഇന്നലെ തന്നെ അങ്ങോട്ട് പോകുന്നു. ഭയങ്കര സന്തോഷം. താങ്ക് യു ജിരിച്ചേട്ടാ, വൈശാഖേട്ടാ, രാജുവേട്ടാ, ഈ ഒരു സിനിമയിൽ എന്നെ കൂടെ ഭാഗമാക്കിയതിൽ. ഞാനിതിൻ്റെ ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് അന്ന് ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല. അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പക്ഷെ ഇതെന്താ ഞാനില്ലാത്തത് എന്നെ ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ വിളി വരുന്നത്. അപ്പം തന്നെ ഞാൻ ചാടി പിടിച്ചു. പിന്നെ ഈ സിനിമയിൽ അങ്ങനെ എനിക്ക് ഡയലോഗോ അങ്ങനെ പ്രത്യേകിച്ച് മാസ്മരിക ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ല. ഫിലിം മേക്കിംഗ് വെച്ച് മാത്രം എനിക്ക് ഏറ്റവും നല്ലൊരു സിനിമയിലെ ഏറ്റവും കൊള്ളാവുന്ന ഒരു സീനിൽ ഏറ്റവും കൊള്ളാവുന്ന മൊമെന്റ് എനിക്ക് വേണ്ടി കരുതി വെച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബാക്കി എനിക്ക് ഇതിനെക്കുറിച്ച് ടൂവിനെ പറ്റിയിട്ട് എനിക്കിതിൻ്റെ ഒരു വളരെ ചെറിയൊരു ലൈൻ എനിക്ക് ജിൻചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് സിനിമയാവാനും അത് ആളുകൾ കാണാനും ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഈ സിനിമയെ ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കിടിലം ഒരു പെർഫോമൻസ് തന്നെ ടൂവിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അതെ, ഞാനും ഫുൾ കിൻഡലിറ്റിയാണോ ടോയി അതില്? തോക്കൊക്കെ ഉണ്ടല്ലോ, വെടിവെച്ചല്ല. പിന്നെ വെറുതെ ഇടിച്ച് നമ്മുടെ ശക്തി കളയുന്നല്ലേ. ഒരു നല്ല കാര്യം എടുക്കാൻ പറ്റും.